സംസ്ഥാന വ്യാപകമായിട്ട് വ്യാജ വിസ നൽകി മറ്റ് വ്യാജമായ രേഖകളൊക്കെ നൽകി ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ തൊഴിലന്വേഷകരെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അവരെ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും കോട്ടയം ജില്ലയിലെ പാലാ കേന്ദ്രീകരിച്ചും ഇടുക്കി ജില്ലയിൽ തൊടുപുഴ കരികുന്നം എന്ന് പറയുന്ന ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുമാണ്. ഞങ്ങൾ ഒക്കെ തന്നെ നേരിട്ടും അല്ലാതെ അതിനകത്ത് കണ്ണികളായിട്ടുണ്ട്, ഇരകളായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു ചില ആളുകൾക്ക് 2 വർഷത്തോളമായി, ചില ആളുകൾ 1 വർഷമൊക്കെ ആയിട്ട് ഇവരുടെ ചതിയിൽപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചില ആളുകൾ, ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയില്ല. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ആയിട്ട് കഴിയുന്ന ഏതാണ്ട് 130-ലധികം ആളുകൾ ഇപ്പോൾ ഞങ്ങൾക്ക് കണക്കിലുണ്ട്. അത്രയും ആളുകൾ ഇതിനകത്ത് വഞ്ചിതരായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം അറിയില്ല. എന്നാൽ ഈ വിസ അല്ലെങ്കിൽ വിസയും മറ്റു രേഖകളൊക്കെ കിട്ടുമ്പോൾ ആ കിട്ടിയിട്ട് അതിൻ്റെ എംബസിയിൽ വെരിഫിക്കേഷന് പോകേണ്ട സമയമൊക്കെ വരുമ്പോൾ അവിടേക്ക് പോകാൻ വരാതെ ആവുകയോ അതല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത് പോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ വഞ്ചിതരായി എന്നുള്ളത് ബോധ്യമായത്. അങ്ങനെ ബോധ്യമായതിനു ശേഷം ഈ കരിമുത്തുള്ള മനു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പലരും ചെന്നു. അതോടൊപ്പം തന്നെ രാമപുരത്ത് താമസിക്കുന്ന ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡേവിസ് ജോർജ് സാറിന് പാലാ എഡിഷനിൽ ഇറങ്ങിയ, കോട്ടയം ജില്ലയിൽ ഇറങ്ങിയ ഒരു പത്രത്തിൽ കഴിഞ്ഞ മെയ് 27-ാം തീയതി ഇതിൻ്റെ പ്രധാന സൂത്രധാരകൻ രാജേഷ് സമാനമായൊരു കേസിൽ കിടങ്ങൂരിലുള്ള ഒരു യുവതിയുടെ കേസിൽ പാലാ പോലീസിൽ പിടിയിലാവുകയും ആ പിടിയിലായ പടം സഹിതം വാർത്ത വന്നത് കണ്ടും ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് പലർക്കും ഇത് സംബന്ധിച്ച് വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. ഇവർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, രാജേഷ് എന്ന് പറയുന്ന പ്രധാന കക്ഷി AR കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം മൂവാറ്റുപുഴയ്ക്കടുത്ത് പേഴക്കാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അയാൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അവിടേക്കാണ് ഈ ആളുകളെ, മനു എന്ന് പറയുന്ന ആളുടെ വശം ഈ ഉദ്യോഗാർത്ഥികളെ അവിടേക്കാണ് കൊണ്ടുപോവുക. അങ്ങനെ ചെന്നിട്ട് അവിടെ ചെന്ന് ഇവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. എല്ലാവരും അത് വിശ്വസിച്ച് പോകുന്നു. ഇവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെ അവരത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന്, വിദേശത്തേക്ക് ആളുകളെ തൊഴിലിന് വേണ്ടി കയറ്റിവിടുന്ന ആളുകളാണെന്നുള്ള പ്രഥമ ദൃഷ്ടിയ ഒരു തോന്നലിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ. അപ്പോൾ അതിൽ വശംവദരായി അങ്ങനെ കഴിയുന്ന ആളുകളെ ഇവർ പിന്നീട് ഈ പോകുന്ന ജോലിയുടെ അല്ലെങ്കിൽ വാഗ്ദാനം നൽകുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ചും അതിൻ്റെ ശമ്പളത്തിൻ്റെ രീതി അനുസരിച്ചും ഇവർ ഫീസ് ഈടാക്കുന്നു. മൊത്തത്തിൽ 13 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെയാണ് നൽകേണ്ടതായിട്ടുള്ളത്. അതിലൊരു 5 ലക്ഷമോ 7 ലക്ഷമോ രൂപ വരെ ആദ്യം ഓരോരുത്തരിൽ നിന്നായിട്ട് ഇവർ വാങ്ങും. വാങ്ങിയതിന് ശേഷം നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർ തന്നെ പറഞ്ഞ് റെഡിയാക്കി നമുക്ക് തരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തേക്കൊക്കെ പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ തന്നെ വിദേശ ജോലിക്ക് പോകുന്ന ഒരു പ്രത്യേക പ്രവണത ഉള്ളപ്പോൾ ഈ ആളുകൾ സ്വാഭാവികമായിട്ടും അതിനെ ഉൾക്കൊണ്ടു പോകും. പിന്നെ ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം ഇവർ മെഡിക്കലിന് വിടുകയാണ്. ഈ പറയപ്പെട്ട അത്രയും ആളുകൾ മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അമ്പലത്തലയിൽ പ്രവർത്തിക്കുന്ന അൽ ആരിഫ ഹോസ്പിറ്റലിലാണ്, പിന്നെ ഉള്ളൂരിലുള്ള DDRCയിലാണ്. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും, ഞാനിത് പറയാൻ കാര്യം, പലരും ചോദിക്കും നിങ്ങളിത് അന്വേഷിച്ചില്ലേ, ചതിയിൽ പെടുവാണെന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരം റൂട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്നാൽ ഈ DDRCയിലും അൽ ആരിഫയിലും ഒക്കെ വരുമ്പോൾ അവർക്ക് വേറെ രേഖകളൊന്നും കൊടുക്കാൻ നമ്മുടെ ഈ തന്നുവിടുന്നില്ല. അപ്പോൾ അവരവിടെ വരുമ്പോഴേ എവിടുന്ന് വന്നു എന്ന് ചോദിക്കും. നമ്മൾ ഇന്ന തൊടുപുഴയിൽ നിന്ന് വന്നു അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രജിസ്റ്ററിൽ പേര് ചേർത്ത് അവർ വേണ്ട പരിശോധനകൾ നടത്തുന്നതിലേക്ക് വിടുകയും 5000-ലധികം രൂപ വാങ്ങി ഓരോരുത്തരെയും വിടും. പക്ഷേ അവിടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ മെഡിക്കലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചെറിയ ന്യൂനത കണ്ടിട്ട് നിങ്ങൾ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും, എന്നിട്ട് വരുന്നൊക്കെ
പറയുന്നൊരു സ്വാഭാവികതയുണ്ടല്ലോ, അതും ഇവിടെയില്ല. DDRCയിലും ഇല്ല. DDRC എന്നൊക്കെ പറയുന്നത് ഡോക്ടേഴ്സാൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിലൊക്കെ ചതിക്കപ്പെടും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ വീണ്ടും വിശ്വാസം വർദ്ധിക്കുകയാണ്. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 13 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെ ഇതിന് മുടക്കാവും. ന്യൂസിലാൻഡിലും അതുപോലെ തന്നെ ഇസ്രായേൽ, കാനഡയൊക്കെ പോകുന്നിടത്തേക്ക് 3-3.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അവിടെ 18 ലക്ഷം രൂപ മൊത്തം മുടക്കാവും. നിങ്ങൾ തരുന്ന 5 ലക്ഷമോ അല്ലെങ്കിൽ 7 ലക്ഷമോ അല്ലെങ്കിൽ 3 ലക്ഷമോ അത് കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും ഈ തട്ടിപ്പുകാരുടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോണായിട്ട് തരുന്നു കൂടിയാണ് ഇവർ പറയുന്നത്. അപ്പം സാധാരണ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഏറെ ആശ്വാസകരം. അപ്പോൾ അവർ പറയും, നിങ്ങൾ വിദേശത്ത് പോയി ജോലി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളത് വാങ്ങിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ചെയ്തത്. അവസാനം ഈ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഒരു എയർ ടിക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൽ നിന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും ചിലർക്ക് പാസ്പോർട്ടിൽ വിസ പോലും അടിച്ചു. എന്നിട്ട് ആ പാസ്പോർട്ടിൽ അടിച്ച വിസ സ്റ്റാമ്പ് ചെയ്തത് കീറിക്കളഞ്ഞിട്ട് പാസ്പോർട്ട് തിരിച്ചു കൊടുത്തിട്ടുള്ള സംഭവം വരെ ഉണ്ടായി. കൂടാതെ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന കാനഡയിൽ നിന്നുള്ള ഒരു തൊഴിൽദാന കമ്പനിയിലെ കത്ത് ഇവർ വ്യാജമായി നിർമ്മിച്ച് പലർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പല ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുപോലെ വ്യാജമായി കത്തും രേഖകളും തയ്യാറാക്കി ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പം നമ്മളത് പലരും നോക്കുമ്പോൾ ചില സമാനതകളൊക്കെ കാണുന്നത് കൊണ്ട് അതും വലിയ കാര്യമായി പരിഗണിക്കാതെ ചതിയിൽ പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പാസ്പോർട്ടും വിസയും വർക്ക് പെർമിറ്റ് അടക്കമുള്ള സാധനങ്ങൾ ഇവർ വ്യാജമായി നിർമ്മിച്ച് ആളുകൾക്ക് നൽകി നടത്തുന്ന ഒരു വലിയ തട്ടിപ്പ് ആണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഏകദേശം ഒരു കോടികൾ തന്നെ. ഇപ്പം ഞങ്ങൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊടുത്തു. അതിനകത്ത് 40 പേര് ഒപ്പിട്ട ഒരു പരാതിയാണ് കൊടുത്തത്. ആ 40 പേര് ഒപ്പിട്ടവർ എത്ര രൂപ കൊടുത്തു, ഏത് ബാങ്കിൽ നിന്നാണ് കൊടുത്തത്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ആ ഡീറ്റെയിലിനകത്ത് വെച്ച് ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ 39 പേരിൽ നിന്ന് മാത്രമായി 1,24,00,000 രൂപ അവർ വാങ്ങി. ഒറ്റയാളെയും വിദേശത്തേക്ക് കൊണ്ടിട്ടില്ല. അപ്പോൾ ബാക്കി ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൊടുപുഴ കേന്ദ്രീകരിച്ചിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. ആ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ ഈ 2 പേരുടെയും പടം വെച്ച് പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടിങ്ങനെ തട്ടിപ്പ് സംഘം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പലരും ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തു. കൂടാതെ ഞങ്ങൾ 50 പേരെ വെച്ച് രൂപീകരിച്ച ഒരു ആക്ഷൻ കൗൺസിലിൽ നടത്തി തൊടുപുഴ പത്രസമ്മേളനം നടത്തിയപ്പോൾ അത് കണ്ടിട്ട് കുറേ ആളുകൾ കൂടി. അങ്ങനെ ഇപ്പം വളരെ വലിയ ഒരു കൂട്ടായ്മയായിട്ട് അത് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും കോളുകൾ വന്നിട്ടിരിക്കുകയാണ്. ഇന്ന് തൊടുപുഴ പ്രസ് ക്ലബ്ബിൽ ചെന്ന് ഞങ്ങളുടെ നമ്പർ മേടിച്ചിട്ട് പോലും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരാൾ പോയി വിളിച്ച് ജോയിൻ ചെയ്തു. ഇതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് വരെ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്. അതുപോലെ മത്സ്യബന്ധന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഈ 2 വ്യക്തികളും പ്രധാനമായിട്ട് രാജേഷും മനുമോൻ ജോസും ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. അവർ ഒളിവിലാണ്. എന്നാൽ വളരെ സങ്കീർണമായൊരു കാര്യം, ഇത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ട് വഞ്ചിതരായി എന്ന് മനസ്സിലായിക്കൊണ്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ പോലീസ് അവിടേക്കും ഇവിടേക്കും പറഞ്ഞുകൊടുക്കുന്ന ഒരു സമീപനം. പലപ്പോഴും അവർ ഒരു മാന്യമായ ഇടപെടൽ പോലും നടത്തുന്നില്ലാത്തൊരു സാഹചര്യം. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് പണം കൊടുത്തത്? ഞങ്ങൾക്കെന്നാൽ കുറച്ച് തരാൻ വരാമോ? നിങ്ങൾ മത്തിക്കച്ചവടത്തിന് കൊടുത്തതാണെന്ന് അവർ പറഞ്ഞാൽ എത്തിക്കും. ഇത്തരത്തിലുള്ള വെറും ഒരു നിലവാരമില്ലാത്ത ചോദ്യമൊക്കെ ചോദിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മിഥുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ലീഗലായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് കൊടുത്തേക്കുന്ന പണത്തിന് പരാതി കൊടുക്കേണ്ട ഇടം എന്ന് പറയുന്നത് ഈ പണം ഏത് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കി ചെയ്തു. അപ്പോൾ അത് ആ ബാങ്ക് ഇരിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഏതൊരാളും പരാതി കൊടുക്കേണ്ടത്. അതറിഞ്ഞിട്ടാണ് മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ സർക്കിളിൻ്റെ അടുത്ത് പരാതി കൊടുക്കാൻ ഈ പയ്യൻ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതി ഉള്ളത് തൊടുപുഴയിലാണ്. അതുകൊണ്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ തൊടുപുഴ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ അവിടെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ട് ഓടിക്കുന്ന ഒരു പ്രവണത. കുറവലങ്ങാട് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്ന പയ്യനോട് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ചെന്നിട്ട് 3 ദിവസമായി, 1-ാം തീയതി കഴിഞ്ഞിട്ട് വരാൻ. 1-ാം തീയതി കഴിയുമ്പോൾ വന്നാൽ, 1-ാം തീയതി വരെ ഇവിടെ വേറെ ഒന്നുമില്ല, 1-ാം തീയതി കഴിയുമ്പോൾ വന്നാൽ
നമുക്ക് പരാതി പരിഹരിക്കാം. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. തൊടുപുഴയിലൊക്കെ നിരവധി പരാതികൾ ചെന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേസായതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പം ഇത്തരമൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഞങ്ങൾക്ക് വളരെ അബദ്ധം പറ്റി. എന്തായാലും കുടുംബം പുലർത്താൻ വേണ്ടി പെൺമക്കളുള്ളവരും മറ്റു മാർഗമില്ലാത്തവരും കുട്ടികളെ പഠിപ്പിക്കേണ്ടവരും അങ്ങനെ ബാങ്കിലെ ജപ്തി ഭീഷണി നേരിടുന്നവരും ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ, ആത്മഹത്യയുടെ വെക്കിൽ നിൽക്കുന്ന ആളുകൾ ഒരു തരുമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിട്ടിയപ്പോൾ അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. പക്ഷെ ഇത്രയോ ആളുകൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു കാര്യം, ഈ രാജേഷ് എന്ന് പറയുന്നയാള് യഥാർത്ഥത്തിൽ അദ്ദേഹം കണ്ണൂർക്കാരനാണ്. ഈ തട്ടിപ്പുകാരൻ കണ്ണൂരിലുള്ള ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തട്ടിപ്പ് നടത്തി ആ നാട്ടിൽ നിന്നും പാലായിൽ വന്നതാണ്. പാലായിൽ വന്നിട്ട് 2018 60ഓളം പേരിൽ നിന്ന് ഇതുപോലെ സമാനമായ തട്ടിപ്പ് നടത്തി 1 കോടിയിലധികം രൂപ സമാഹരിച്ച് അന്നും ജയിലിൽ പോലീസ് പിടിച്ചതിൻ്റെ രേഖകൾ, പത്രവാർത്തകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലേ. അപ്പം ഇദ്ദേഹം ഇവിടെ ഇതുപോലെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ആരെയും കൂസാതെയും ആരെയും ഭയമില്ലാതെയും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും വികസനമെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പം അതുപോലെ ഇപ്പോഴും നിർബാധം തുടരുന്ന ഈ സാമ്പത്തിക തട്ടിപ്പിന് തടയിടാൻ ശക്തമായൊരു നിയമം നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് ശരിയായ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഒട്ടനവധി ആളുകൾ ഇവിടെ ആത്മഹത്യയുടെ വക്കിലാണ്. കുടുംബം പണയപ്പെടുത്തിയും പലിശയ്ക്ക് പണമെടുത്തും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവരെല്ലാം വലിയ ഭീഷണിയെ നേരിടുകയാണ്. അതുകൊണ്ട് ഇത് പൊതുസമൂഹവും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളും ഏറ്റെടുത്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ, വരുന്ന ആളുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് പോകുന്നത്. ഇതൊരു വലിയ വാർത്തയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം. മനു എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും സമാന സ്വഭാവമുള്ള ആളുകളാണ്. ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത്, മനു ഇതിൻ്റെ ഇടനിലക്കാരനാണ്. അത് അയാൾ ആളുകളിൽ നിന്ന് പണം മേടിച്ചു കൊണ്ടുവന്നു. കോടിക്കണക്കിന് രൂപ അയാളുടെ അക്കൗണ്ടിലൂടെ കയറിയിട്ടുണ്ട്. 4 അക്കൗണ്ടുകളിലായി, 4 ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലായി. ഞങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, അയാളുടെ തന്നെ ഒരു വക്കീലെടുത്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തന്ന് പരിശോധിച്ചതിൽ ഏകദേശം 4 കോടിയോളം രൂപ ആ അക്കൗണ്ടുകളിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, പുള്ളി ഇപ്പം മുങ്ങിയിരിക്കുകയാണ്. പുള്ളി ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു കാര്യം, 2023 ഡിസംബറിൽ ലൈസൻസ് എടുത്ത് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഉദയ SM നിധി എന്ന് പറയുന്ന ഒരു ചിട്ടി കമ്പനി കോട്ടയം ആർപ്പൂക്കരയിൽ പനമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ബ്രാഞ്ച് കട്ടപ്പനയിലും സ്ഥാപിച്ചിരിക്കുന്നു. വെറും കൂലിപ്പണിക്കാരൻ്റെ, സാധാരണ കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ടുള്ള മനു കഴിഞ്ഞ ഏകദേശം 2 വർഷം മുമ്പ് ഒരു പൂക്കടയിൽ സെയിൽസ്മാൻ വർക്കറായിട്ട് നിൽക്കുകയും യാതൊരു ഗതിയും ഇല്ലായിരുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചിട്ടി കമ്പനി തുടങ്ങണമെങ്കിൽ അതിന് ചെറിയ ഡോക്യുമെൻ്റ് ഉണ്ട്. ഒരു ചിട്ടി കമ്പനി തുടങ്ങണമെങ്കിൽ അത് മറ്റേ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണെന്നാണ് ബോർഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എമൗണ്ടായി 25 ലക്ഷം രൂപ വേണം. ഈ പറയുന്ന മൻമോഹൻ ജോസ് അതിൻ്റെ MD ആണ്. അത് ഇവിടെ കോട്ടയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ബ്രാഞ്ച് കട്ടപ്പനയിലുമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന രാജേഷിന് സ്വന്തമായി ഒരു 10-15 സെൻറ്റ് വീടും സ്ഥലവും ഉണ്ട്. ഞങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്നലെ കിട്ടിയ വിവരം അനുസരിച്ചിട്ട് വാഗമണ്ണിലും തീക്കോയിലുമായി 2 വലിയ റിസോർട്ടുകൾ അദ്ദേഹത്തിനുള്ളതായി ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ വന്നപ്പോൾ ആ വന്നവർ ഓരോ വിവരങ്ങളുമായിട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീകരമായ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണീരുകൊണ്ട് അവർ കെട്ടിപ്പടുക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ പത്രസമ്മേളനം വിളിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ പരാതി കൊടുത്തത് കൂടാതെ
ഇത് ഒരു സാമൂഹ്യ വിഷയം തന്നെയാക്കി ഉയർത്തിക്കൊണ്ടുവരുവാനും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുവാനൊക്കെ വേണ്ടിയിട്ടായി 31/7 വരുന്ന ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളും അവരുടെ ഒരാളോ രണ്ടാളോ കുടുംബക്കാരുമായിട്ടുള്ള ഒരു പ്രതിഷേധ ധർണ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാവിലെ 11 മണിക്ക് ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഉണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഞങ്ങൾക്ക് തന്ന പേപ്പറുകളെല്ലാം കൃത്യമായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് ഇതായിട്ട് പകരം ചെക്ക് എല്ലാം ഉണ്ട്. ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞിട്ടില്ല, പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫോട്ടോസോ ഇത് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടുത്ത പത്രവാർത്തയുടെ ഭാഗമാണ്. അതിന് മുമ്പ് ഇത് ഞാൻ 4 വർഷം മുമ്പ് തട്ടിപ്പ് നടത്തിയ ഇതിന്റെ ഡീറ്റെയിൽ ഞങ്ങൾ കളക്ട് ചെയ്തതാണ്. ഫേസ്ബുക്കിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. 20 വർഷമായിട്ട് ഇതേ സെയിം തട്ടിപ്പുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാങ്കിന്റെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. മനു വിസ പാസ്പോർട്ടിൽ വിസ അടിച്ചു കൊടുത്തിട്ട് കയറി കളഞ്ഞ കോപ്പികളാണ്. നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ സ്റ്റേഷനിലുള്ള സ്ഥലത്തുള്ള നമ്മൾ സിനിമ പോയി കണ്ടായിരുന്നു. ഇതാണ് അല്ല ലീഫർ ഹോസ്പിറ്റലിൽ ഏതിൻ്റെ മെഡിക്കൽ എടുക്കാൻ പോയതിൻ്റെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുക്കാൻ പോയതിൻ്റെ ഞാനൊരു ഗ്രൂപ്പുകളിൽ ഞാൻ എൻ്റെ ഒരു മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയതാണ്. എഴുതുകയെന്ന് പറഞ്ഞു രാവിലെ 7 മണിയാകുമ്പോൾ അവിടെ ആളുകളുടെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി അൽ അരീഫ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലും DDRC ഹോസ്പിറ്റലിൻ്റെ ഗ്രൂപ്പുകളാണ്. ഞാൻ ഇതിൽ DDRC എന്ന് പറയുന്ന ലാബിൽ പോയി മെഡിക്കൽ എടുത്ത ഒരാളാണ്. തൊടുപുഴയിൽ നിന്ന് രാവിലെ 7-6 ആകുമ്പോഴത്തേക്കും ഇവിടെ ബസ്സിൽ കയറി അവിടെ ചെന്നാൽ മതി. വേറൊന്നും പറയണ്ട, പോകേണ്ട സ്ഥലം ഇസ്രായേലായിരുന്നു എനിക്ക് ആദ്യം പറഞ്ഞിരുന്നത്. ആ സ്ഥലം പറഞ്ഞ് അവിടെ പോയി നോക്കി ആ ലൊക്കേഷൻ ഇട്ട് തന്നു. അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. തൊടുപുഴയിൽ നിന്നതുപോലെ മനു പറഞ്ഞിട്ട് വരുന്നതാണെന്ന് പറഞ്ഞത്. യാതൊരുവിധ പ്രൂഫുകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അവിടെ ചെന്നും നമുക്ക് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് വിസ കിട്ടാതെ നമുക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ നമ്മളെ ശരിക്കും ഞാൻ ഈ മനു എന്ന് പറയുന്ന ആൾക്ക് പൈസ ആദ്യം 50,000 രൂപ കൊടുക്കാൻ വേണ്ടി കയ്യിലാവുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കിത് കൂടുതൽ വിശ്വാസം വരാൻ നീ ബാങ്കിൽ ഇട്ടിട്ട് എനിക്ക് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതി, നിനക്കതിൽ കൂടുതൽ വിശ്വാസം, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാലും പൈസ ഞാൻ തിരികെ തരും എന്ന് വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. കൂടെയുള്ള കുറേ ആളുകൾക്ക് ഈ ജൂലൈ മാസം 30-ാം തീയതി ഡേറ്റിട്ട് ചെക്കും എഗ്രിമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അവരിൽ ഇപ്പം നിലവിൽ ഞങ്ങൾ കൂടെയുള്ളതിൽ അധികം ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്. കേസ് കൊടുക്കാതെ ചെക്കിൻ്റെ ഡേറ്റും എഗ്രിമെൻ്റ് ഡേറ്റും കഴിയാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കുറേ ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്. അവരെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്. എരുമേലി എന്നുള്ളവരുണ്ട്, പത്തനംതിട്ട, മുണ്ടക്കയം, അതുകൂടാതെ തങ്കമണി, അവിടെ നിന്നൊക്കെ ഉള്ളവർ, ആലപ്പുഴ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം കോൺടാക്ട് നമ്പർ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾ 26 പേര് തുടങ്ങിയ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ 78 മെമ്പർമാരുണ്ട്. അതിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യാത്ത പല ആളുകളെ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രൂഫുകൾ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അതിനകത്ത് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ വളരെയധികം മോശമായ രീതിയിൽ ഞാൻ ഈ വാങ്ങിച്ച 50,000 രൂപയ്ക്ക് ഇപ്പം മാസം 5,000 രൂപ വെച്ച് 30,000 രൂപ ഈ 30-ാം തീയതി നമ്മൾ പലിശ കൊടുക്കുന്ന ആളാണ്. അത്രയും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ശരത്ത് എന്ന് പറഞ്ഞ ആൾ 1 വർഷമായി പൈസ കൊടുത്തിട്ടുണ്ട്. 1,30,000 രൂപയ്ക്ക് മുകളിൽ പലിശ മാത്രം കൊടുക്കും. വളരെയധികം പ്രതീക്ഷയോടുകൂടി 2 ലക്ഷം രൂപ ശമ്പളവും എല്ലാം പറഞ്ഞ് താമസവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ അതിനകത്ത് വിശ്വസിപ്പിച്ചത്. അത് കരിമണ്ണെന്ന് പറയുന്നത് തൊഴിലിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അടുത്തുള്ള ഒരാളാകുമ്പോൾ നമ്മളെ തൊഴിൽ പറ്റിക്കില്ല എന്നൊരു വിശ്വാസമൊക്കെ നമുക്ക് വന്നു. നമ്മളെ വളരെയധികം ചതിക്കുകയാണ് ഈ മണിമെന്ന് പറയുന്ന ആൾ. അല്ലാരിപ്പോൾ ഹോസ്പിറ്റലിൽ ഇവിടെ വന്ന് നിങ്ങൾ ഇതിന് പോയപ്പോഴേ ടെസ്റ്റിന് പോയപ്പോൾ അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അതല്ല മൈക്ക് വേണം. അല്ലാരിപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങളവിടെ ചെക്കപ്പിന് പോയപ്പോൾ അല്ലെങ്കിൽ മെഡിക്കലിന് പോയപ്പോൾ ഇത് സംഭവിച്ചത്? അതായത് അല്ലരിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ തിരുവനന്തപുരം അല്ലരിക്കോ? അതെ, തിരുവനന്തപുരം അമ്പലത്തറയിലുള്ള അല്ലരി ഹോസ്പിറ്റലിലാണ് പോയത്. ഞാനിവിടെ തിരുവനന്തപുരത്തുള്ള ആളാണ്. അവിടെ പോയപ്പോൾ റിസപ്ഷനിൽ പോയിട്ട് ഈ മനുവിൻ്റെ പേര് പറഞ്ഞിട്ട് ആണ് ഞങ്ങൾക്ക് മെഡിക്കൽ തരുന്നത്. ഞങ്ങൾ വേറെ പ്രൂഫൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഞങ്ങളോട് മനു പറഞ്ഞത് നിങ്ങൾ കാനഡയ്ക്ക് പോകുന്നു എന്ന് അവിടെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ
കൊറിയയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്താൽ മതി. കാര്യം കാനഡയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാനാണെങ്കിൽ ഒരുപാട് കാശിന്റെ ചിലവുണ്ട്. ഞങ്ങൾക്ക് കാനഡയ്ക്ക് പോകാനായിട്ട് സർട്ടിഫിക്കറ്റ് തരുന്നത് കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അതുകൊണ്ട് അതിന്റെ താൽക്കാലികമായിട്ടുള്ള പ്രൊസീജിയർ മാത്രമാണ് ഈ LRF ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നത്. അതിന്റെ റെഫറൻസ് വെച്ചിട്ട് കോട്ടയത്തുള്ള ഡോക്ടർ പൂർണ്ണമായിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് തന്ന് നിങ്ങളുടെ മെഡിക്കൽ ഓക്കെ ആവും. അതിന്റെ പേയ്മെന്റ് അടച്ചിരുന്നു. അതായത് 4,500 ഉണ്ട്, എല്ലാം ഉണ്ട്. 4,500 രൂപയുടെ ഒരു പാക്കേജ് ആയിട്ടാണ് അവിടെ മെഡിക്കൽ ചെയ്യുന്നത്. ഞാനും വേറെ 3 വ്യക്തികളും കൂടെയാണ് അത് മെഡിക്കൽ എടുക്കാൻ പോയത്. അവിടെ വന്ന ആർക്കും ഒരു രീതിയിലുള്ള ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. പോകുന്നു, സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ പോകുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, സ്കാനിങ് ചെയ്യുന്നു, എല്ലാം ചെയ്ത് അവര് നമുക്ക് PDF ഫയലാക്കി അയച്ചു തരുവാണ് ചെയ്തത്. എന്നിട്ട് ഈ PDF ഫയല് മനുവിന് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ LRF